ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നല്ലോ ഒരു വീടിൻ്റെ ഒരു താക്കോൽദാനത്തിനെ പറ്റി. അപ്പോൾ ആ പറഞ്ഞ വീടാണ് കേട്ടോ ഇത്. അഷ്ടപതി എന്നാണ് പേര്. ഒരു നാട്ടിലെ കൂട്ടായ്മ, ഒരു പറ്റം ആളുകൾ ചേർന്ന് തുക സമ്പാദിച്ച് ഒരു ഒരു വീട്, ഒരു കുഞ്ഞൊരു വീട് ഒരു അമ്മയ്ക്കും മോൾക്കും എടുത്തു കൊടുത്തൊരു വീടാണ്. അപ്പോൾ ഇത് ഒത്തിരി പേര് ഇതിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ബന്ധുക്കളെക്കാൾ കൂടുതലായിട്ട് ഇതിന് ഫുൾ നാട്ടുകാരായിരുന്നു ഫുള്ളായിട്ട് സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ ഭക്ഷണം ഒക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ നാട്ടിലുള്ള ചന്ദ്രേട്ടനാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഫുഡ് എന്ന് പറയാൻ എന്താ കണ്ടോ, ചന്ദ്രേട്ടൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു, പായസമുണ്ട്, സോയാബീൻ ഫ്രൈ ഉണ്ടായിരുന്നു, അങ്ങനെ നല്ല കിടു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഓൺലി വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ രാവിലെയാണ് ഇത് സമയം, ഓരോരുത്തരായി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഇതാണല്ലോ ചേച്ചി, എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചീനെ അല്ലേ. പിന്നെ അമ്മായിയെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തണം. ഇത് അമ്മയാണ് കേട്ടോ, ഇത് ഭർത്താവിൻ്റെ അമ്മയാണത്. അപ്പോൾ അവർക്ക് കുക്കിങ്ങിലായിരുന്നു. പിന്നെ ഇത് അച്ഛൻ, അതായത് ഇത് അച്ഛൻ ചില ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് കേട്ടോ. പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ കുക്കിങ്ങായിട്ടും എല്ലാ ജോലികളും ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്കും അങ്ങനത്തെ മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെണ്ടയും വഴുതനയും കണ്ടില്ലേ, ഇതൊക്കെ ഇവിടുത്തെ നല്ല നാടനായ ഐറ്റംസ് ഇട്ടിട്ടാട്ടോ ഞങ്ങൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് അവിടുന്ന് പാത്രം കഴുകുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പങ്കെടുത്തിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടത്. അപ്പം നമുക്ക് ഇത് കണ്ട ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ആൾക്കാർ പൂ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാമിജിയൊക്കെ വരുന്നതല്ലേ, സ്വാമിജിയാണ് താക്കോൽ ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഏകദേശം ഫുഡൊക്കെ റെഡിയായി. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ചോറ് വിളമ്പിയത്. ചോറല്ല, അച്ചാർ എന്തോ വിളമ്പിയത് ഹസ്ബൻഡാണ്. അപ്പോൾ ചോറും സാമ്പാറും പപ്പടവും ആയിരുന്നു കേട്ടോ. അതാണ് ടേട്ടൻ, കണ്ടല്ലോ, അറിയാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ജോലി എടുക്കും, കുറച്ച് ആൾക്കാർ കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് താഴെ ഒരൊറ്റ റൂമാണ് കേട്ടോ, മുകളിലേക്കൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ എല്ലാ പണികളും പൂർത്തീകരിച്ച നല്ലൊരു വീടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാവരും എടുത്തു കൊടുത്തത്. ഇതാണ് വീടിൻ്റെ ഉള്ളൊക്കെ എല്ലാം അതായത് വീട്ടിലെല്ലാ കാര്യങ്ങളും ഒക്കെ സൗജന്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇത് ഡൈനിങ് ഹാളാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞൊരു കിച്ചണാണ് ഉള്ളത്. പിന്നെ വരുന്നത് ഒരൊറ്റ ബെഡ്റൂമാണ് ഉള്ളത്. ഒരു 2 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ വീട് എടുത്തു കൊടുത്തിട്ടുള്ളത് തന്നെ. പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റെയറാണ് കേട്ടോ. സ്റ്റെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ് റൂം കേട്ടോ ഗെയ്സ്, ഇതാണ് റൂമുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ് കേട്ടോ. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരൊറ്റ റൂമും കൂടിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെയർ നല്ല അടിപൊളി സംഭവമായിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും. നല്ല മരം കൊണ്ടുള്ള സ്റ്റെയറാണ് ചെയ്തത്. ആ സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞൊരു ഷോക്കേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ മോളെ ഫോട്ടോസ്. ചേച്ചിക്ക് വേറൊരു മോളും കൂടി ഉണ്ടായിരുന്നു. ആ മോളിപ്പോൾ ഇല്ല, മോളിപ്പോൾ സ്വർഗത്തിലിരുന്നതൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ മോളുടെ ഫോട്ടോസും എല്ലാം ചേച്ചിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മുകളിൽ ഒരൊറ്റൊരു ഹാള് പോലെയാണ്. അവിടെ ഗ്ലാസ്സാണ് കേട്ടോ, ഗ്ലാസ്സിനവിടെയാണ് കർട്ടനൊക്കെ ഇട്ടത്. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ സോഫ സെറ്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കട്ടിലിടാം കേട്ടോ. കട്ടിലിട്ട് വേണമെങ്കിൽ അവിടെ കിടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോള് കേട്ടോ. ഇതായിരുന്നു ചേച്ചിയുടെ മോള്. ഇപ്പം എല്ലാം പറഞ്ഞല്ലോ മോള്. പിന്നെ ഇത് കണ്ടില്ല, ഇതാണ് സ്റ്റെയർ. ഞാൻ പറഞ്ഞല്ലോ സ്റ്റെയർ നല്ല ഭംഗിയുള്ള സ്റ്റെയറാണ്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഗെയ്സ്. അപ്പോൾ ഇതാണ് സ്റ്റെയർ. പിന്നെ ഞാൻ അവിടെ പെട്ടെന്ന് ഇറങ്ങി. നമ്മുടെ സുന്ദരന്മാരും എന്തെടുക്കാന്നൊന്നും അറിയില്ലല്ലോ, അവരവിടെ കുറേ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ പോയി നോക്കാൻ വേണ്ടി പോയി. ഇത് താക്കോലാണ് കേട്ടോ. ഈ താക്കോലാണ് നമ്മുടെ അഷ്ടപതി എന്നാണ് വീടിൻ്റെ പേര് അതിന് കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് പായസം അവർ ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പായസം അവർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനവിടെ പോയി പായസത്തിൻ്റെ വീഡിയോ എടുത്തു. നല്ല അരിപ്പായസമായിരുന്നു ഗെയ്സ്, നല്ല അടിപൊളി അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തോന്നും അയ്യോ ഇത് തികയോ എന്നൊക്കെ തോന്നും. പക്ഷേ ഒരുപാട് ബാക്കിയായിരുന്നു ഗെയ്സ്. നല്ല അടിപൊളി സൂപ്പർ പായസമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തരായിട്ട് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളായിരുന്നു. ചില ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ കഴിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരു ബിസി ആയിട്ട് എല്ലാവരും അത്രയും നല്ലൊരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തോ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഏട്ടനടുത്ത് പോയിരുന്നു. അപ്പോൾ വീരുവിന് കണ്ടോ, ചുണ്ടിൻ്റെ അവിടെ എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ വീണിട്ട്. അപ്പോൾ അവനത് കാണിച്ചു തരാണ് കേട്ടോ കേസ് എല്ലാവർക്കും. അപ്പോൾ അത് കണ്ട എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല.
പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം ഒരു ടൈമായി 4 മണിക്കാണ് താക്കോൽദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഏകദേശം കുറേ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സ്വാമി ചിദാനന്ദപുരി ആയിരുന്നു താക്കോൽദാനത്തിന് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് 2-3 ദിവസമായിട്ട് നല്ല കടുത്ത പനി ആയതുകൊണ്ടും അദ്ദേഹം വളരെ ക്ഷീണിതനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ശിഷ്യനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി പൊളിറ്റിക്സിലെ രാഷ്ട്രീയത്തിലെ ഒത്തിരി ആൾക്കാർ രാഷ്ട്രീയത്തിലെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രകാശ് ബാബു സാറ്, പിന്നെ നമ്മുടെ കൗൺസിലർ, മുൻ കൗൺസിലർ, ചെയർമാൻ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ആ ഒരു സമയമായപ്പോൾ എല്ലാവരും വേദിയിൽ എല്ലാവരും ഇരുത്തി എല്ലാവരും കാര്യങ്ങളെല്ലാവരും സംസാരിക്കുമായിരുന്നു അവിടുന്ന്. അപ്പം ഒത്തിരി പേര് പ്രതീക്ഷിക്കാതെ തന്നെ കൂടുതൽ വന്നു. അതിലൊത്തിരി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രസംഗിക്കായിരുന്നു കേട്ടോ. അവിടുന്ന് ഓരോരുത്തർ നമ്മുടെ വീടിനെ പറ്റിയൊക്കെ അവിടുന്ന് എല്ലാവരും പറയുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചെറിയൊരു ലഘു പാനീയം എല്ലാവർക്കും കൊടുത്തു. താക്കോൽദാനം കഴിഞ്ഞതിന് ശേഷം എല്ലാം ചെയ്തത് കേട്ടോ. പിന്നെ ഇതാണ് ഷാജേട്ടൻ ആറിനോട് ചേട്ടൻ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. അതായത് ചേട്ടൻ ചെയ്ത ഗിഫ്റ്റാണ്. ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമുക്ക് വേണമെങ്കിൽ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇത് ചെയ്യിപ്പിക്കാം കേട്ടോ. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞാൽ മതി, ചേട്ടൻ അത് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു അതിൻ്റെ നമ്മുടെ ഫുഡിൻ്റെ കൂടെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അല്ലേ. ഇതാണ് കേട്ടോ പായസം, നല്ല അരിപ്പായസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് എടുത്താലോ ഗേസ്. അരിപ്പായസം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, തൈര്, കാബേജ്, സാമ്പാർ, ചോറ്, കുറുമ, പിന്നെ സോയാബീൻ ഫ്രൈ, വെജിറ്റബിൾ ബിരിയാണി. ഇവരായിരുന്നു കേട്ടോ ഇതൊക്കെ കൊടുക്കാനുള്ള ആൾക്കാർ. ഇവരെയാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നു. പിന്നെ ഓരോരുത്തരായി വന്നു. കുറേ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ നല്ല നന്നായിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെ അഭിപ്രായങ്ങളും കിട്ടിയത്. അപ്പോൾ ഇത് അവിടെ വീട്ടിനടുത്തുള്ള ഫാമിലി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഒത്തിരി പേര് നല്ല രാത്രിയായി. അപ്പം ഏകദേശം നല്ല തിരക്കായി. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു, ഒത്തിരി ഫ്രണ്ട്സ് വന്നു, എൻ്റെ റിലേറ്റീവ്സായിട്ടും വന്നു. പിന്നെ നമ്മുടെ പോക്കിരികളൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഇപ്പോഴും മടിയാണ് കേട്ടോ ക്യാമറേൻ്റെ മുന്നിൽ വരാനൊക്കെ ഇപ്പോഴും. ഇത് പാപ്പൻ്റെ മോളാട്ടോ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു, അവളും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആര്യനെ പിടിച്ചൊരു വീഡിയോൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടു. ആര്യയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഓരോരുത്തർ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ടൈം കുറച്ചായി. അപ്പോൾ ഏകദേശം ഞാനൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായി. ഞാൻ നന്നായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അറിയുന്ന ഒത്തിരി പേര് വന്നപ്പോൾ അവരുടെ പിന്നാലെ പോയി സംസാരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായിപ്പോയി. പിന്നെ ഏകദേശം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഗോകുലേട്ടൻ ഇദ്ദേഹമാണ് കേട്ടോ ഇതിന് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തെന്ന്. നല്ലൊരു പൊളിറ്റീഷ്യനാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനും കൂടിയാണ്. പിന്നെ അമ്മയെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു കൂട്ടായ്മ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു കേട്ടോ ഗെയ്സ്. പിന്നെ അവസാനം ഞങ്ങളത് ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേച്ചീൻ്റെ മോളും അമ്മവും മാത്രമുള്ളായിരുന്നു. അപ്പോൾ അവൾ ഓരോരോ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിഗ്രഹം, ഒരു ഗണപതിൻ്റെ നല്ലൊരു അടിപൊളി വിഗ്രഹമാണ്. സമയം ഒത്തിരിയായി, 11 മണി കഴിഞ്ഞു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. വേറെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അതെല്ലാം എഴുതി വെക്കായിരുന്നു. ഇനി മാറിപ്പോകണ്ടെന്ന് വെച്ചാൽ അതെല്ലാം എഴുതി വെക്കായിരുന്നു. പിന്നെ ഒരു ഗിഫ്റ്റ്, ലാസ്റ്റായിട്ടൊരു ഗിഫ്റ്റും കൂടി നമ്മൾ അൺബോക്സ് ചെയ്യാമെന്ന് നോക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇതിങ്ങനെ അപ്പം രാത്രി ഇതിങ്ങനെ പൊട്ടിക്കാൻ ഭയങ്കര കൊതിയാണല്ലോ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം ഞങ്ങളതിങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ തന്നെ നോക്കി തുറന്ന് നോക്ക്, നമുക്ക് നോക്കാം എന്താണ്. ഒത്തിരി നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗിഫ്റ്റുകളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഞാനവിടെ സൈഡായി അവിടെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ക്ഷീണിച്ചു, കുറേ ഓടി സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ആ ഗിഫ്റ്റ് എന്ന് അറിയാനുള്ള. അപ്പോൾ അവളത് നോക്കി. എന്തായാലും കിട്ടിയതൊക്കെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയത് എല്ലാ ഗിഫ്റ്റും. ഇത് നമ്മുടെ ഇഡ്ഡലിത്തട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇഡ്ഡലിത്തട്ടായിരുന്നു കിട്ടിയത്. നല്ല അടിപൊളി സമ്മാനം, നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാം കിട്ടിയത്. കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അത് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും കൂടിച്ചേർന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.